അത് വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും ജീവനോടെ നമുക്ക് മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. അതീവ ദുഷ്കരമാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഒരു മഴ പെയ്യാം, വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്ത് നിലനിൽക്കുന്നുവെന്ന് രക്ഷാപ്രവർത്തകരും പറയുന്നു. വയനാട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വയനാടിനെ നടുക്കിയ വൻ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ രാത്രി 1:30 കൂടിയാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. വൈത്തിരി താലൂക്കിൽപ്പെട്ട മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ഭാഗത്തും ചൂരൽമലയിലുമാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഇപ്പോൾ 10 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ചാലിയാർ പുഴയിലേക്ക് മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പലതും രക്ഷാപ്രവർത്തനം നടത്തി ചിലരെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ 10 മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ മാത്രം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പോത്തുകൽ പഞ്ചായത്തിലെ മെമ്പർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മുണ്ടക്കൈയിൽ നിന്ന് നമ്മളോട് ഒരു പ്രേക്ഷക സംസാരിച്ചപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ കുടുംബവും അവർ താമസിച്ചിരുന്ന വീടുമോ അതിൻ്റെ ചുറ്റുപാടുമോ ഒന്നും കാണാനില്ല. അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മുണ്ടക്കൈ ഗ്രാമത്തിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പരിഭ്രാന്തി ഉണ്ടാവേണ്ടതില്ല. രക്ഷാപ്രവർത്തകരെല്ലാവരും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആകെ ഒരു തടസ്സം ആ ചൂരൽമലയിലെ പുഴ മുറിച്ച് കടക്കുക എന്നതാണ്. 2 ഹെലികോപ്റ്ററുകൾ അവിടേക്കുടൻ പറന്നിറങ്ങും. രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ദൗത്യ സംഘങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി മഴ പെയ്തില്ലെങ്കിൽ, ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെങ്കിൽ, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ദീപക്, ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടോ? അവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നും വിവരമാണ്. ഏതായാലും NDRFന്റെ മറ്റൊരു സംഘം ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചൂരൽമല, വെള്ളർമല, സ്കൂൾ കവല എന്ന് പറയുന്ന ഭാഗമാണ് ഈ പ്രദേശം. ഇവിടെ നിന്ന് ഈ സൈഡിലൂടെ, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിന് സമീപത്തുള്ള കൃഷിയിടത്തിലൂടെയാണ് ഇവർ രക്ഷാപ്രവർത്തകർ NDRF സംഘം മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ മുണ്ടക്കൈ മലയോട് ചേർന്ന് നിൽക്കുന്ന മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം കുന്ന്, അതുപോലെ തന്നെ മേൽമുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ തോട്ടം തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ്. ഈ ഭാഗങ്ങളിൽ ആണ് ഇന്നലെ രാത്രി വലിയ ഹുങ്കാര ശബ്ദത്തോടു കൂടി ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായത്. നിമിഷ നേരം കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പ്രദേശം മുഴുവനാകെ മണ്ണിനടിയിൽ ഉൾപ്പെട്ടത്. ഏതായാലും ഇവിടെ ഇപ്പോൾ NDRFന്റെ സംഘം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വാർത്ത അറിയിക്കുന്നത്, അതായത് സുരേഷ് ഗോപി പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തുന്നു. സുരേഷ് ഗോപി ജില്ലാ കളക്ടറുമായി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്നും അറിയുന്നു. ഏതായാലും ഇപ്പോൾ 2 മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. സമീപത്തെ മരങ്ങൾ വന്നടിഞ്ഞ ഈ സ്കൂൾ കുന്നിന് സമീപത്തുള്ള പ്രദേശത്തെ മരങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു. 12 മരണമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് അല്ലേ? അതോ നേരത്തെ റിപ്പോർട്ട് ചെയ്ത മിസ്സിംഗ് കേസുകളിൽപ്പെട്ടതാണോ നമ്മൾ കണ്ടെത്തിയത്? പോത്തുകല്ലിൽ മാത്രം 10 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെയാണോ ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? ദീപക്, അതെ അരുൺകുമാർ, അതായത് അല്പം മുൻപ് മെമ്പർ നൂറുദ്ദീൻ നമ്മളുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആ ഭാഗത്ത് ഈ കുമ്പളപ്പാറ കോളനിക്ക് ഗ്രാമത്തിന് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഈ സ്കൂൾ കുന്നിന് സമീപത്തുള്ള പ്രദേശത്ത് മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ ഒരു മധ്യവയസ്കന്റെയും ഒപ്പം എതിർവശത്തെ വീടിന് സമീപത്തെ പട്ടക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എതിർവശത്ത് ഒരു NDRF സംഘം സ്ട്രക്ചറുമായി വരുന്ന ഒരു പരിക്കേറ്റ ആളെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഗതിമാറി ഒഴുകിയ പുഴയ്ക്ക് കുറുകെ ഇപ്പോൾ NDRF സംഘം വടം കെട്ടിയിട്ടുണ്ട്. ഒപ്പം അപ്പുറത്തു നിന്നുള്ള ഈ ആളുകളെ, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എളുപ്പത്തിൽ ഈ ഇക്കരയിലേക്ക് എത്തിക്കാനായി പ്രദേശവാസികളായ രക്ഷാപ്രവർത്തകരും ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ വീടിന് സമീപത്തെ പാറയിടുക്കുകൾ കാണാം. നമുക്ക് വലിയ പാറകൾ ഈ വീടിന് സമീപത്തെല്ലാം വന്ന് അടിഞ്ഞുകൂടി വീടിന് മുൻഭാഗത്തുമെല്ലാം മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ കാണാം. ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും സുലൂരിൽ നിന്നും പുറപ്പെട്ട 2 ഹെലികോപ്റ്ററുകൾ, 7:30 പുറപ്പെട്ട 2 ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതോടുകൂടി എയർലിഫ്റ്റിംഗ് ചെയ്ത് മുണ്ടക്കയിലുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കും. മഴ കനക്കുന്നതിന് മുൻപ് രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ദീപക്,
അതായത് അരുൺകുമാർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം ഈ ചൂരൽമല വെള്ളാർമല പ്രദേശം ആണ്. അതായത് ചൂരൽമല ടൗണിനോട്, ചൂരൽമല അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഇവർ ഇപ്പോൾ ഈ NDRF ആളുകൾ വരുന്ന മേഖലയിലൊക്കെ നിറയെ വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ നടന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ പല വീടുകളുടെയും തറഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മണ്ണടിഞ്ഞുകൂടിയ മൺകൂനകളാണ്. ഈ ഭാഗത്താണ് വലിയ തോതിൽ ഈ പുഴയുടെ